Prashant versus state of NCT in which the above observation was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും. ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ 1ാം പരാതിക്കാരിയും 3ാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ 24-അടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്തതാണ്. ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ? പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസ് എടുക്കുന്നത്? പകരം രാഷ്ട്രീയപരമായ, അതായത് കോർട്ട് ഹാസ്, അതിലെ പാരാഗ്രാഫ് 9 ആണ്, കൃത്യമായി ഞാൻ വായിക്കാം. ദിസ് കോർട്ട് ഹാസ് ഓൺ ന്യൂമറസ് ഒക്കേഷൻ ടേക്കൺ നോട്ട് ഓഫ് ദി disquieting tendency wherein failed or broken relationship, തകർന്ന ബന്ധങ്ങൾ are given color of criminality, and again in para 30 court quoted its earlier judgment Prashant versus state of NCT in which the above observation was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും വിനയത്തോടെ, ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല, പോസിറ്റീവായി ചോദിച്ചോട്ടെ. പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായി പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ നടന്നു കൊടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാം? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തലിന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്. അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും? ബലാത്സംഗം ചെയ്ത് തുപ്പി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം. ബലാത്സംഗം ചെയ്തു, തുപ്പി മുഖത്തടിച്ചു, ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. ഞാനെല്ലാം അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ് ഉണ്ടാകുക? ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്നത് അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെയും പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാര് പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുള്ളതൊക്കെ എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് പോലീസ് ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ്. എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ്. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയിലെ അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയായി കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരികയാണ്. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായിട്ട് റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോ ലൈവ് ലോയിൽ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്. വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ
വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ചെയ്ത വാർത്ത കണ്ടാണ്, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇത് പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോ ആടിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടുത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓളിന് ഏറ്റവും സന്തോഷം. ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയാം. നമുക്കൊന്നും ആ രീതിയിൽ നിയമവരിക്കാനുണ്ട്. സാർ അടക്കമുള്ള ആൾക്കാർ, ജയലളിത സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം അടക്കാൻ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല. പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. 2 years, 2 വർഷങ്ങൾ എടുത്താണ് ഇത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാൻറ്റിറ്റി വേണമല്ലോ. താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് കൊടുത്തിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഒന്നോ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായ ചോദ്യം. ഒരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അടക്കം പോലീസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: പ്രതിയെ ചോദ്യം ചെയ്തു, പ്രതി കുറ്റം സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ല. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ is not admissible as evidence in a court of law. അത് ചവറ്റുകുട്ടയിലിരുന്നു കോടതി. 183 BNSS പഴയ CRPC 164 അത് സ്റ്റേറ്റ്മെന്റ് ബിഫോർ എ മജിസ്ട്രേറ്റ് ആണ്. പ്രതി കുറ്റം, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ 183 മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള 183 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു ചോദിക്കുന്നത്. അത് മാത്രമേ കോടതി സ്വീകരിക്കുള്ളൂ. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണും. മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയോ? ഇത് വോളണ്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിന്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഒരാളെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ്. അതെ, രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജ്, എന്നിട്ട് CCTV ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിന്റെ വൈഫ് ദീപ ഈശ്വറിനെ വിളിച്ചു വരുത്തി, വിച്ച് ഇസ് ഹൈലി ഇല്ലീഗൽ. സൺസെറ്റ് കഴിഞ്ഞ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിഫോർ സൺറൈസ്. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്. ഇപ്പൊ സുപ്രീം കോടതി 7 വർഷത്തിന്റെ, അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് 2014, അത് ഡൗറി ഹറാസ്മെന്റ് 498A, ഇപ്പം 85 BNS, ആ കേസിൽ വന്ന വിധിന്യായമാണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ, 7 വർഷം വരെ ആണെങ്കിലും പാടില്ല, 7 വർഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിൽ BNSS 35(3) നോട്ടീസ് പഴയ 41A CRPC സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടണം, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യൂ. ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വിഷ്വൽ എവിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ഉത്തരവനുസരിച്ച് ഹീസ് ഇൻ ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ
പോയാൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്ന് കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം. ഇനിയുള്ള കേസുകൾ ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് മെമ്മോ 35 BNS അനുസരിച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി ദാറ്റ് അറസ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി വാലിഡ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 1997 ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വകവെക്കില്ല എന്നുള്ള പോലീസിന്റെ ധാർഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ട കൊണ്ടുപോയി അറസ്റ്റ് മെമ്മോ ഉൾപ്പെടാൻ പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ. താങ്ക് യു. അവിടെയാണ് മീഡിയയോട് പറയാനുള്ള കാര്യം. ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കാനാണ്? ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ വേറെ ആര് ചോദിക്കും? ഇപ്പൊ എനിക്കെതിരെയുള്ള കേസ് കൂടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം. എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്ന്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, വേറൊരു AI മോഡൽ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു AI മോഡലിന്റെ ഫോട്ടോ ആണ്. രണ്ടാമത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കി. സാർ ആ വീഡിയോ മുഴുവൻ കണ്ട അറിയില്ല. അപ്പൊ മൂന്നാമത് ഇത് രണ്ടും നിൽക്കില്ല, പുതിയ ഓപ്പിടുകയാണ്. അതായത് എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം, എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം. അപ്പൊ ശരിക്കും യഥാർത്ഥ സാറ് പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ LLB പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഇത്രയും ആഴത്തിൽ നിയമം അറിയില്ല. നമ്മുടെ ശാസ്ത്രമംഗലം അജിത് കുമാർ സാറൊക്കെ സാറ് വാദിച്ചതാ കറക്റ്റ്. ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യം തന്നുവിടാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ശരിക്കും കോടതിയിൽ വേദനയും വിഷമവും തോന്നിയാണ് ഞാൻ കോടതിയിൽ ശബ്ദം ഉയർത്തിയത്. കാര്യം പച്ചക്കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ എന്ന് പറയുകയാണ്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം വരില്ലേ? ശരിയാണ്, കോടതിയിൽ അങ്ങനെ സംസാരിച്ചുകൂടാന്നുള്ള സത്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് പച്ചക്കള്ളങ്ങൾ പോലീസ് പ്രോസിക്യൂട്ടർ പറയുകയാണ്. ഇത് സാധാരണക്കാരന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ രമാ മാഡം ആകട്ടെ, ജയേന്ദ്രൻ സാർ ആകട്ടെ, ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയവും ഊർജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റിവെച്ച് വർഷങ്ങളായി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം. 2 വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിന്റെ സാങ്ക്ടിറ്റിയോടെ പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ്. ഏറ്റവും മുകൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത, ഒരു മിനിമം ഒരു കമ്പാഷൻ, കരുണ, മാന്യത എന്ന് പറയുന്നില്ല, കരുണ കാട്ടണം. എന്റെ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരികയാണ്, മറ്റേ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പെൺകുട്ടിക്ക് അനുകൂലമല്ലാത്ത കോടതി പരാമർശം ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞത് വേണ്ടിയിട്ട് അത് ഭയങ്കരമായി ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കിയത്. ഇതാണ് പറയുന്നത്. ഇപ്പൊ അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവരടക്കം ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഒരു മോശം വാക്ക് പറയുന്നത്, ഒരു തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റമാണ്. എങ്ങനെയും ഇത് പറയുന്നവരെ ആക്രമിക്കുകയും മാധ്യമങ്ങൾ വഴി, അഡ്വക്കേറ്റ്സ് വഴി, പോലീസ് വഴി, ആ എക്കോസിസ്റ്റം വഴി ആക്രമിക്കുക. അതൊരു തീവ്ര, ഞാൻ ആ വാക്ക് ഞങ്ങളുടെ ഭാഗത്തും പുരുഷന്മാരിലും ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റുകൾ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിയോജിക്കുകയാണ്, തള്ളി പറയുകയാണ്. അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ 100% തള്ളി പറയാണ്. കാരണം നമുക്ക് അതല്ല ആഗ്രഹം. ഇതേപോലെ ഈ മെയിൽ ഷോവനിസ്റ്റുകൾ ഉള്ളതുപോലെ ഒരു തീവ്ര ഫെമിനാസി മാഫിയ എന്ന് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. ആരെയും കരിവാരത്തേക്കാൻ അതിന്റെയൊക്കെ ഇരയാണ് ദീപക്കിന്റെ അച്ഛനും അമ്മയും. അപ്പോ അത്തരം ഒരുപാട് പേരുണ്ട്. ഇനിയും വരുന്ന ഒരു തലമുറയിലെ പുരുഷന്മാരെ അതിലേക്ക് തെള്ളിയിടാതിരിക്കാനാണ് ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ എടുത്ത്